കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം. ഇതാണ് നവ്യയുടെ മദറിലോ, മിസസ് ഗീത. ബാക്കി എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടതാണല്ലോ. അംബരീഷിനെ ഒന്ന് കണ്ടതല്ലേ? നമസ്കാരം മോനെ. നമസ്കാരം. വരണം, അകത്തേക്ക് വാ. വരൂ. ഇരിക്ക്. ശ്രീ വാ. അല്ല, മോളെവിടെ? അവളല്ലേ തായിരിക്കുന്നത്? അല്ല, സുമിത. അവളിപ്പോ വരും. റെഡിയാകാൻ താമസിക്കുന്നത് കണ്ടപ്പോ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാന്. സാരമില്ല, അവള് സമയം എടുത്ത് ഒരുങ്ങി തന്നെ വന്നോട്ടെ. അല്ല, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അത് നിക്കട്ടെ, ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നീട് ആവാലോ. നിശ്ചയത്തിന്റെ ഒന്ന് കല്യാണ പെണ്ണിനെ തനിച്ചാക്കിട്ട് വന്നിരിക്കുന്ന ടീമാ. ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെ ആർക്കും വേണ്ടാത്ത ദാനത്തിനല്ലായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിരുന്നത്. ദാ സുമി എത്തി. സോറി. ഇതെന്ത് വേഷം? ഇത്രയും സമയമെടുത്ത് അണിഞ്ഞൊരുങ്ങിയിട്ട് ഇതാണോ കോലം? കഷ്ടം. ഛേ, ഈ കുരിശെടുത്ത് തലയിൽ വച്ചുപോയല്ലോ ദൈവമേ. എന്റെ ചേച്ചി ഇത് അവിടുന്നും പോയി. മിക്കവാറും ഗിരി ഇവിടെ മുഖത്ത് പോലും നോക്കത്തില്ല. എന്തായാലും കൊള്ളാം. സുമിത മോളെ എത്തിയോ? എന്താ വരാ ഇത്രയും വൈകിയത്? ഞാൻ കുറച്ച് സമയം. ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എന്തിനാ ഇത്രയ്ക്ക് ഫോമലാവുന്നേ? ഇത് സ്വന്തം വീട് തന്നെയല്ലേ? മോൾ അങ്ങോട്ട് ഇരിക്കേ. സാനി എവിടെ? കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കാണും. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറ എന്റെ സുമി. എന്തൊരു ഇരിപ്പ് ഇത്. ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ടിരിക്കേ. ചേച്ചി എന്താ ഇത്ര ലേറ്റായി? നവ്യേ, നീയൊക്കെ കുറ്റം പറയാത്തൊരു ഉടുപ്പിടണ്ടേ? ഇതൊക്കെ ഇസ്തിരിയിട്ട് എടുക്കേണ്ടി വന്നു. ഈ ഡ്രസ്സും അത്ര ഓക്കെ ഒന്നുമല്ല. എന്റെ കാര്യം വിട. നീ കൂളല്ലേ? ടെൻഷനൊന്നുമില്ലല്ലോ? അതേ ഉള്ളൂ. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? അതെ. മോൾക്കുള്ള ഒരു സമ്മാനോ? ഓ, കൊടുത്തോളൂ. വാങ്ങിക്കും മോളെ. അല്ല, അത് സുമിതയ്ക്കല്ലല്ലോ, നന്ദിതയ്ക്കല്ലേ കൊടുക്കേണ്ടത്? സുമിത തന്നെയല്ലേ നിങ്ങളുടെ മൂത്ത മകൾ? രണ്ടുപേരും എന്റെ മക്കള് തന്നെ. പക്ഷെ ഈ കല്യാണാലോചന ഞങ്ങളുടെ ഇളയ മകൾ നന്ദിതയ്ക്ക് വേണ്ടിയാണല്ലോ. അയ്യോ ഇന്ദിരേ, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. പ്രൊപ്പോസൽ ആലോചിച്ചത് സുമിതയ്ക്ക് വേണ്ടിയല്ലേ? അല്ല, നന്ദിതയും നല്ല കുട്ടി തന്നെ. പക്ഷേ അവൾക്കും ഗിരിക്കും തമ്മില് നല്ല പ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ആലോചനയുമായിട്ട് വന്നതേ സുമിതയെ തന്നെ ഉദ്ദേശിച്ചിട്ടാ. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞേ? എന്റെ കല്യാണോ? അതും ഈ നിൽക്കുന്ന മനുഷ്യനുമായിട്ട്? നിങ്ങൾക്കതെങ്ങനെ സങ്കല്പിക്കാൻ പോലും തോന്നി? ശരി, എനിക്ക് 35 വയസ്സായി. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഈ അടുത്ത് എന്റെ എൻഗേജ്മെന്റ് മുടങ്ങി പോവുകയും ചെയ്തു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ
അതിന്റെ പേരില് ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാവുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് തെറ്റിപ്പോയി കേട്ടോ. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തവരാ ഞങ്ങൾ രണ്ടുപേരും. എനിക്കെന്നല്ല, ഈ മനുഷ്യന്റെ കൂടെ ഒന്ന് ഒത്തുപോകാനായിട്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻഷുണ്ടിയും പിടിവാശിയും പിന്നെ കുറെ വൃത്തിഭ്രാന്തും. അത് ശരി, നിങ്ങളുടെ കൂടെ ആര് പൊരുത്തപ്പെടുമെന്നാ? കഴുത്തിന് ചുറ്റും നാക്കല്ലേ നിങ്ങൾക്ക്? ഇത് കേട്ടാ തോന്നുമല്ലോ കല്യാണാലോചനയും കൊണ്ട് എന്റെ വീട്ടുകാർ ഇങ്ങോട്ടാ വന്നതെന്ന്. ഒന്നാമത്, ഈ ആലോചന എന്റെ അനിയത്തിക്കാണെന്നാണ് ഞങ്ങൾ കരുതിയത്. എനിക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഹലോ മാഡം, ദേ ഇവരെല്ലാം കൂടി നിർബന്ധിച്ചപ്പോ ഏതോ ഒരു ഗതികെട്ട നിമിഷത്തിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുപോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനിടയിൽ നിങ്ങൾ എന്തോന്നാ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വന്ന കല്യാണാലോചനയാണെന്ന് അറിഞ്ഞില്ലെന്നോ? അത് നന്നായി. നുണ മാത്രമേ പറയുള്ളൂ അല്ലേ? ഞാൻ എന്തിനാണ് മിസ്റ്റർ നുണ പറയുന്നത്? എന്റെ അനിയത്തി നന്ദിതയ്ക്കാണ് ഈ ആലോചന വന്നെന്നാണ് എന്റെ വീട്ടുകാർ മൊത്തം കരുതിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചതൊക്കെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഇവിടെ ആരും അതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. ഈ കൊച്ചിനും എനിക്കും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത്ര സെൻസിബിൾ അല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റി? നിങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കാനിരുന്ന അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ക്ഷമിച്ച് നിങ്ങൾ വലിയ മഹതിയായി. പക്ഷേ എന്നോടുള്ള പക നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കരുതിക്കുട്ടി ഇതുപോലൊരു നാടകവുമായി ഇന്നിവിടെ കയറി വന്നത്. ഗിരി, മതി, മതിയാക്ക്. ഞാൻ എന്തിനാ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത്? എനിക്കിവിടെ വരേണ്ട ആവശ്യം കൂടിയില്ല. എനിക്കുള്ള കല്യാണാലോചന ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഇയാളെ കെട്ടാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ സമാധാനത്തോടെ വീട്ടിലിരുന്നേനെ. സർ, വെറുതെ ഒരു വഴക്ക് വേണ്ട. രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പൊ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ. ഒരു മിനിറ്റ് ശ്രീ, ഞാൻ സംസാരിക്കാം. അതെ, ഞങ്ങൾ കാര്യങ്ങൾ തെറ്റായിട്ടാ മനസ്സിലാക്കിയത്. അല്ലാതെ ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ള ഉദ്ദേശത്തോടെ ഒന്നും അല്ല ഞാനും എന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങളുടെ പാതി വയസ്സ് മാത്രമുള്ള എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ ഞാൻ വെറുത്തുപോയി. അത് സത്യം തന്നെയാ. ഇപ്പൊ കാര്യങ്ങൾ അറിഞ്ഞപ്പോ അത് മാറി. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്നൊന്നും കരുതിയേക്കരുത്. എനിക്കതിന് താല്പര്യമില്ല. എപ്പോഴൊക്കെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്കിടയിൽ കാര്യങ്ങൾ തീരെ മോശമായിട്ടേ കലാശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവതും പരസ്പരം കൺമുന്നിൽ പോലും പെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പരസ്പര ബഹുമാനത്തോടെ തീരുമാനിച്ചല്ലേ? ശരിയല്ലേ? ജീവിതകാലം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയേണ്ടി വന്നാലും ഇങ്ങനൊരു മനുഷ്യൻ എന്റെ ലൈഫില് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മതിയായില്ലേ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ അല്ലേ? ഞാനൊരു കാര്യം തുറന്നു പറയാം കേട്ടോ. സുമിതയെ വിട്ടുകളയുന്നത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും. കാരണം അവളാണ് ഗിരിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ മിസ്മാച്ച്. ഗിരിക്ക് ഒട്ടും ചേരാത്ത, അവൻ ഒരു കാലത്തും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത വെറുതെ ഒരു ഭാര്യ. സമ്മതിച്ചു. പക്ഷെ ആ പെണ്ണി കല്യാണത്തിന് സമ്മതമല്ല എന്ന് കട്ടായം പറഞ്ഞാ പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ബന്ധത്തിന് ഗിരി തയ്യാറാവൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞു. എന്റെ ചേച്ചി,
ഒരു തോൽവി വരുമ്പോഴത്തേക്കും അത് ഏറ്റുവാങ്ങി ഒതുങ്ങിക്കൂടുന്ന ഭീരത്വമാണ്. ഒരിക്കൽ തോറ്റാൽ വീണ്ടും ശ്രമിക്കണം, അതിലും തോറ്റാൽ പിന്നെയും ശ്രമിക്കണം. കാരണം ഗിരിയുടെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് കടന്നു വന്നാൽ അതോടെ ചേച്ചിയും മക്കളും ഏറ്റുവാങ്ങാൻ പോകുന്നത് ആജീവനാന്ത പരാജയമായിരിക്കും. അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഓർമ്മിപ്പിച്ചെന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ. ഗിരിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും നല്ലൊരു ബന്ധം ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് ആ സുമിതയെ തന്നെ കെട്ടാൻ ഗിരിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിച്ചേ തീരൂ. ഞാൻ മടക്കി വെച്ചോളാം. നന്ദു ചെല്ല്, അമ്മ വിളിക്കുന്നു, പോയി ആഹാരം കഴിക്കേ. അതിങ്ങ് താ, ഞാൻ മടക്കി വെക്കാന്ന് പറഞ്ഞില്ല. വേണ്ട, വീടങ്ങോട്ട്. നന്ദു, എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നൊന്ന് വെറുതെ വിടും പ്ലീസ്. നന്ദു, വെറുതെ ഒരുപാട് സ്വപ്നം കണ്ടു. ഒക്കെ ഒറ്റയടിക്ക് വെള്ളത്തിൽ വരച്ച വര പോലെയായി. മോളെ, നീ ഇങ്ങനെ കരയില്ലേ? സ്വപ്നം കാണാൻ പോലുള്ള അവകാശം നമുക്കില്ലേ ചേച്ചി? ആര് പറഞ്ഞു ഇല്ലെന്ന്? പക്ഷേ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ചിലപ്പോ നടക്കണമെന്നില്ലല്ലോ. ഒരു കാര്യം മാത്രം ഓർത്താ മതി. നീ നിന്റെ സ്വപ്നങ്ങൾ നിന്നെക്കാൾ നന്നായിട്ട് കാണാനും നിന്റെ മനസ്സ് നിന്നെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളുണ്ട്, ദൈവം. ഹി നോസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. ഇത് ദൈവനിശ്ചയാന്ന് കരുതിയാ മതി. ഇതിനേക്കാൾ നല്ലൊരു ജീവിതം ദൈവം മോക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. മതി, ഈ കരച്ചിൽ നിർത്തിയിട്ട് എഴുന്നേറ്റ് വന്നേ. നീ ഇങ്ങനെ കഴിക്കാതെ സങ്കടപ്പെട്ടിരുന്ന ഇവിടെ ആർക്കും ഇന്ന് അത്താഴം ഇറങ്ങില്ലല്ലോ. വാ. ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? എന്നെ പരസ്യമായി അവൾ അപമാനിച്ചത് നിങ്ങളൊക്കെ കണ്ടതല്ലേ? അവൾ ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ അവൾ സമ്മതിച്ചു തന്നെ ഇരിക്കട്ടെ, ഈ ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. എന്നാലും ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് ഇങ്ങോട്ട് വരാൻ അവർക്ക് എങ്ങനെ തോന്നിയെന്നാ? അവരുടെ പണക്കൊഴിപ്പൊക്കെ കണ്ട് മതിമറന്ന് ഞാൻ അങ്ങ് സമ്മതിക്കുന്നു കരുതിക്കാണ്. അയാളും ഞാനും തമ്മിൽ കല്യാണം കഴിക്കാനേ ഏത് മണ്ടന്റെ തലയിൽ ഉദിച്ച ആശയാണോ എന്തോ. അതാരായാലും കൊല്ലാനുള്ള കല്ലുകൊണ്ടിരിക്കും. ഗിരി, നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ആ സുമിതയുടെ ഭാഗത്ത് നിന്നുകൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 2 വട്ടമാണ് അവളുടെ കല്യാണം മുടങ്ങിപ്പോയത്. അതുപോലെ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിലെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടുകാരുടെ മുൻപിൽ തല കുനിയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പാവം, അവള് മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയായിരിക്കും. അത് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അവള് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്പം റാഷായി പോയി, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവളുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കി അത് നമുക്കങ്ങ് വിട്ടുകളയാവുന്നതേ ഉള്ളൂ. അല്ലമ്മേ, അമ്മയ്ക്ക് എന്താ ഇതിൽ ഇത്ര വലിയ താല്പര്യം? അല്ല, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോ അതത്ര മണ്ടനാശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രായം കൊണ്ട് എന്തായാലും ഗിരിസാറും ചേച്ചിയും തമ്മിൽ ചേർച്ച കുറവൊന്നുമില്ല. അതുകൊണ്ട് അല്ല, ഇത് ആലോചിക്കുന്നതിൽ വലിയ തെറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മിണ്ടാതെ കഴിച്ചിട്ട് പോടാ. അവനൊരു തോന്നല്.
നല്ലൊരു പെട വെച്ച് തന്നാലുണ്ടല്ലോ ശ്രീ, പിന്നെ മോൻ ഈ വേണ്ടാത്ത ചിന്തകളൊന്നും തോന്നില്ല. അല്ല, ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം അവൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. സനുവിന്റെ കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ അതെല്ലാം ഓക്കെ ആണല്ലോ. ശ്രീനിഷ് അന്ന് മുന്നോട്ട് വെച്ച കണ്ടീഷൻസ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇനിയിപ്പോ സുമിതയുടെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും സനുവിന്റെയും ശ്രീനിഷിന്റെയും ബന്ധം ഒരു തടസ്സവും ഇല്ലാതെ നടക്കുമല്ലോ. പിന്നെന്താ? പക്ഷെ മോനെ, അവരുടെ കാര്യങ്ങളിൽ ഇപ്പം നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് നമുക്കും ചില കടമകളൊക്കെ ഉണ്ടായി പോയില്ലേ? ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയുടെ കല്യാണം അത് നടക്കുമെന്ന് ഉറപ്പായ ഘട്ടം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയിരിക്കുക. ഇനി അതിന് ഈ ഒരു ജന്മത്ത് ഒരു മംഗല്യഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുടുംബത്തിനെ ഉദ്ധരിച്ചോളാന്ന് നമ്മൾ കരാറെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ അമ്മേ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? നോക്ക് സുമി, നമ്മുടെ നന്ദു ആ വീട്ടിൽ മരുമകളായിട്ട് ചെന്നാൽ അതോടെ അവളുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നാ ആദ്യം എനിക്ക് തോന്നിയത്. അതിനുവേണ്ടി ഞാൻ ഉത്സാഹിക്കുമ്പോഴും എന്റെ ഉള്ളില് നിന്നെ കുറിച്ചുള്ള ആദ്യം തന്നെയായിരുന്നു. ചേരേണ്ടവരെ തമ്മിൽ ദൈവം ചേർത്തു എന്ന് തന്നെ പറയാറ്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അത് ശരി, പറഞ്ഞത് പിടിച്ചില്ല. കണ്ടോ ഭക്ഷണം മതിയാക്കി പോയത്? അന്നത്തോട് അനാദരവ് കാണിക്കുന്നു സുമി. ആ കുട്ടിക്കോ അതിന്റെ കുടുംബത്തിനോ വേണ്ടി അല്ല ഞാൻ സംസാരിക്കുന്നത്. നിന്റെ സ്വന്തം അനിയത്തിക്ക് വേണ്ടിയാ. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നേ? അതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവും ഗിരി? നമുക്കിപ്പോ അതൊരു അന്യ കുടുംബമാണോ? നമ്മുടെ സനു വിളക്കം പിടിച്ച് ചെന്ന് കയറാനുള്ള വീടാ അത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ ഈ രണ്ട് വീടുകളും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇതും കൂടിയായപ്പോ എല്ലാം തികഞ്ഞു. എന്താ ചന്ദ്രേട്ടന്റെ അഭിപ്രായം? ഈ ആലോചന അങ്ങ് ഉറപ്പിക്കണേല് എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. അച്ഛനെങ്കിലും എന്നെ ഒന്നും വെറുതെ വിടുന്നുണ്ടോ? മോളെ ഒന്ന് നിൽക്ക്. ഗിരിധർ നമ്പ്യാര് നന്മയുടെ നിറകുടമാണെന്നോ ആദർശ പുരുഷനാണെന്നോ അച്ഛൻ പറയുന്നില്ല. എല്ലാവരെയും പോലെ നന്മകളും തിന്മകളും ഒക്കെ അയാളിലും ഉണ്ടാവും. ഗിരിധർ നമ്പ്യാർ നിനക്ക് യോജിച്ച ആള് തന്നെയെന്ന് അച്ഛൻ പറയാൻ കാരണങ്ങളുണ്ട് മോളെ. അയാൾ ഒരു കോടീശ്വരനാണെന്നോ പേരെടുത്ത ബിസിനസ്സുകാരനാണെന്നോ ഒന്നും അല്ല അച്ഛൻ ചിന്തിച്ചത്. അയാൾ ഒരു മാന്യനാ, കുടുംബസ്നേഹമുള്ളവനാ. പണക്കൊഴുപ്പിന്റെ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യത്വമില്ലാത്ത ഒരാളല്ല ഗിരിധർ നമ്പ്യാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ എളുപ്പത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും സുമി. നോക്കുമോളെ, നന്ദുവിന്റെയും ശ്രീകുട്ടന്റെയും കാര്യത്തിലുള്ളതിനേക്കാൾ ടെൻഷൻ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിലുണ്ട്. അത് നിനക്കറിയാലോ. നിന്റെ ജീവിതം ഒരു കരയ്ക്കടുത്താൽ അച്ഛനും അമ്മയ്ക്കും അതല്ലേ മോളെ ആശ്വാസം. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് വല്ല കുലുക്കണ്ടോ നോക്കിയേ? വല്ലതും നിന്റെ തലയിലേക്ക് കേറുന്നുണ്ടോ സുമി? നിനക്കുള്ളതുപോലെ തന്നെ വാശിയും വൈരാഗ്യവും അവർക്കും കാണില്ലേ? ഈ ഒരവസ്ഥയിൽ സനു അവിടേക്ക് കയറി ചെന്നാൽ അവരവളെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമെന്നും സ്വീകരിക്കുമെന്നും നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ ശ്രീനിഷ് കുത്തിപ്പൊക്കില്ലേ? അതൊക്കെ സഹിക്കാനുള്ള ത്രാണി പാവം നമ്മുടെ സനുവിനുണ്ടാവോ? എല്ലാരും കൂടെ തൊലച്ച് കൈ തന്നത് എന്റെ ജീവിതം മതിയായി. എനിക്ക് ആരും വിശ്വാസമില്ല. നിനക്ക് സനുവിനോട് ഒരു സ്നേഹവും ഇല്ലേ ഗിരി? ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരുന്ന ഒരു ജീവിതം അത് തുടക്കത്തിലേ തന്നെ പാളിപ്പോയാൽ അത് താങ്ങാൻ പറ്റില്ല അവൾക്ക്.
ശരി, നീ ഇങ്ങനെ കല്ലുപോലെ നിന്നോ? ഒക്കെ സ്വന്തം തോന്നിവാസം പോലെ തന്നെ ചെയ്തോ. അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ എനിക്ക് എന്ത് അധികാരം? ഒരമ്മയുടെ സ്ഥാനോ അധികാരോ നിന്റെ മനസ്സിലുണ്ടെങ്കിലല്ലേ ഞാൻ പറയുന്നത് നീ അനുസരിക്കേണ്ട കാര്യമുള്ളൂ. വിടുവായിത്തം പൊലുമ്പി നടക്കുന്ന വെറും പൊട്ടിയായിട്ടല്ലാതെ എന്നെ ആരും ഈ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ. അമ്മേ, ഇങ്ങനെ ടെൻഷൻ ആവാതെ. ചേച്ചി പ്ലീസ്, ഈ വിഷയം ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ചേച്ചി ആദ്യം വാശി ഒന്ന് കള. ഇവിടെ എല്ലാവർക്കും വട്ടായിരിക്കുക. വെളി പോയി ലക്ഷം ശുദ്ധമായി കൊണ്ടില്ലെങ്കിൽ എന്റെ സമ്മതല തെറ്റും. ചേച്ചി ഒരു മിനിറ്റ്. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു, ഇപ്പോ ഇതാ ഒന്നും കൂടെ പറയാ. ചേച്ചിയാണ് ഈ വീട്ടിലെ ഹീറോ. എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാനുള്ള അർഹത ചേച്ചിക്കാണ്. യു റിയലി ഡിസേർവ് ദ ബെസ്റ്റ്. അമ്മ ഒത്തിരി ആലോചിച്ചിട്ടായി പറയുന്നത്. ഇതുവരെ ഉണ്ടായ വഴക്കും പ്രശ്നങ്ങളും എല്ലാം നീയും സുമിതയും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ മങ്ങി മാഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. കുറച്ചു വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഓർത്ത് ചിരിക്കാനുള്ളൊരു വകയായിട്ട് അത് മാറും. അല്ലെങ്കിലും നീ എപ്പോഴും പറയാറുള്ളതല്ലേ, ഇനി ഈ പ്രായത്തിൽ നീ ഒരു കല്യാണം കഴിച്ചാൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരിക്കുമെന്ന്. എന്നാ ആ അഡ്ജസ്റ്റ്മെന്റ് സ്വന്തം അനിയത്തിക്ക് വേണ്ടി ആയിക്കൂടെ നിനക്ക്? പക്ഷെ അമ്മ ഇനിയും കല്യാണം 2 തവണ മുടങ്ങിയ ഒരു പെണ്ണിന്റെ ശാപം നമ്മുടെ സനുവിനെ ഏൽക്കാൻ പാടില്ല ഗിരി. അതുകൊണ്ടാ അമ്മ പറയുന്നത്. നിന്റെ തീരുമാനം എന്തായാലും അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അനിയത്തി മാത്രമായിരിക്കും. അത് മാത്രം നീ ഓർത്താ മതി.